ഹലോ, വെൽക്കം ബാക്ക് ടു ലേണിനു. അപ്പോൾ കീം എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്ത് ബിടെക്കിന് ജോയിൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എത്ര റാങ്ക് വന്നാൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും, അതേപോലെ തന്നെ ബിടെക്കിന് ഏറ്റവും സ്കോപ്പ് ഉള്ള സ്ട്രീംസ് ഏതൊക്കെയാണ്, ബിടെക്കിന് പോകണോ അതോ BSc ഏതെങ്കിലും സബ്ജക്ട് എടുത്ത് പഠിക്കണോ, ഏത് സ്ട്രീം എടുത്താലാണ് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരിക, ഏതൊക്കെയാണ് നല്ല എഞ്ചിനീയറിംഗ് കോളേജസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം, ബാക്കിയുള്ളത് നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിലും ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരു സീരിയസ്നെസ്സും അതിനുള്ള ഒരു ഇൻട്രസ്റ്റും ഉള്ളവർ മാത്രം ബിടെക്കിന് ജോയിൻ ചെയ്യാം. അല്ലാതെ ബിടെക്കിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് അല്ല നമ്മൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ബിടെക് ആണോ BSc ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഈക്വലി ഗുഡ്. നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്കൊരു ജോബ് കിട്ടുന്നത്, നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അനുസരിച്ച് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്ന് അറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അത് കീമിന്റെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ 2024 ഓരോ കോളേജിലും ഓരോ കോഴ്സും സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എത്ര റാങ്ക് വരെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. എക്സാക്ട്ലി സെയിം ആവില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ അത് ഹെൽപ്ഫുൾ ആവും. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം, അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി കിട്ടും. പിന്നെ നമുക്ക് ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം, ഈ ഏത് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റും ടേസ്റ്റും ആണ്. കാരണം ഇപ്പോൾ ഞാൻ ECE ആയിരുന്നു, അത് എൻ്റെ ഇൻട്രസ്റ്റിന് ഞാൻ എടുത്തതാണ്. അപ്പോൾ ECE ആണെങ്കിലും ട്രിപ്ലി, CSE, MEC, സിവില് ഇതൊക്കെയാണ് മെയിൻ ബ്രാഞ്ചസ്. പിന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് കുറേ അധികം ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. പക്ഷെ കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ കോളേജസിലും അവൈലബിൾ ആയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പോ നമുക്ക് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഒക്കെ നല്ലൊരു ബൂമിലാണ്. അപ്പൊ ECEക്കൊക്കെ നല്ല സ്കോപ്പ് ഉള്ള ഒരു ടൈമാണ്. അതേപോലെ തന്നെ ഇപ്പൊ സോഫ്റ്റ്വെയർ, അപ്പൊ AI, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ആ ഒരു ഏരിയയൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ ഡെവലപ്പിംഗ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസും എല്ലാം തന്നെ ഒരുപാട് അധികം സാധ്യതകൾ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ടേസ്റ്റും കൂടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ECE വേണോ, ട്രിപ്ലി വേണോ, CSE വേണോ, MEC വേണോ, സിവിൽ വേണോ എന്നുള്ളത്. അപ്പോൾ ഓരോ ബ്രാഞ്ചസിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓരോ കോഴ്സുകളുടെയും അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും കൂടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സീനിയേഴ്സ് പറയാണ് ഈ കോഴ്സ് എടുത്താലേ ജോബ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ കോഴ്സ് എടുത്താലേ ജോബ് കിട്ടുള്ളൂ, അങ്ങനെയൊന്നും ഇല്ല. ഏത് കോഴ്സ് എടുത്തിട്ടും നല്ല നല്ല പൊസിഷനിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, പിന്നെ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമുക്ക് ഗവൺമെന്റ് കോളേജസിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ. ഗവൺമെന്റ് കോളേജസ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസിലൊക്കെയാണ് നമുക്ക് അത് ടോപ്പ് റാങ്കിൽ വരുന്നവർക്ക് മാത്രമേ ആ കോളേജസിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ടോപ്പ് റാങ്കിൽ വരുന്നവർ എന്തായാലും പ്രിഫർ ചെയ്യുന്നത് ആ കോളേജാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഹയർ റാങ്ക് വന്നിട്ടുള്ളവർ ഏതൊക്കെ കോളേജസ് ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. കോളേജസ് സെലക്ട് ചെയ്യുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി അവിടുത്തെ ഫാക്കൽറ്റീസ്, ലാബ്, ബാക്കിയുള്ള ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കോളേജസ് സെലക്ട് ചെയ്യാനായിട്ടുള്ള വെള്ളൂ. ചിലർ കൺവീനിയൻസ് മാത്രം വെച്ചിട്ട് ഒരു കോളേജിൽ പോകും. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 years ആണ് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഡിഗ്രി എടുത്തിട്ട് വരിക എന്നുള്ളതിനപ്പുറം നമുക്ക് ഈ ഒരു 4 years കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു കരിയറിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്കിൽസ് എത്രത്തോളം അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യം, അതേപോലെ ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഇതൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൃത്യമായി കീം എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഒരു ബിടെക് ജോയിൻ ചെയ്യുന്നവരെയുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. ഇനി നിങ്ങൾ ബിടെക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെഡിനോ ബിടെക് എന്നുള്ള ഒരു ചാനൽ ഉണ്ട്, അതിന്റെ ലിങ്ക് ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ബിടെക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ചാനലിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കീം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. അതിനകത്തു നിന്നുള്ള കമന്റ്സിനുള്ള ആൻസേഴ്സ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.